അക്ബറിന് ശേഷം 1606 ജഹാംഗീർ സർവാധികാരിയായി ഭാരതത്തിന്റെ ഭരണമേറ്റെടുത്തു. തന്റെ ശത്രുവായ ഖുസ്രൗ രാജാവിനെ സഹായിച്ചു എന്ന കാരണം കൊണ്ട് സിഖ് ഗുരുവായ ഗുരു അർജുൻ ദേവിനെ ജഹാംഗീർ കഴുത്തറത്ത് കൊന്നു. ഇതിന് ജഹാംഗീർ നൽകുന്ന വിവരണം ഇപ്രകാരമാണ്: ഗുരു അർജുൻ സിംഗിന്റെ പ്രസിദ്ധി അനുദിനം വർദ്ധിച്ചു വരുന്നതിനാൽ ഞാൻ അദ്ദേഹത്തെ വധിക്കാൻ തന്നെ മാനസികമായി തീരുമാനിച്ചിരിക്കുന്നു. റാണാ പ്രതാപസിംഹന്റെ പുത്രൻ അമർ സിംഗിനെ നേരിടുവാൻ ജഹാംഗീറിന്റെ സൈന്യത്തിന് നേതൃത്വം നൽകിയത് ഖുർറം രാജകുമാരനാണ്. 1614 അമർ സിംഗിന്റെ രജപുത്ര ശക്തിയെ ജഹാംഗീർ ചവിട്ടിമെതിച്ചു. ഗ്രാമങ്ങളും നഗരങ്ങളും അഗ്നിക്കിരയാക്കി, ക്ഷേത്രങ്ങൾ തകർത്ത് സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി, മേവാറിലേക്കുള്ള ഭക്ഷണം പൂർണ്ണമായും തടഞ്ഞു. രജപുത്രർ വിശന്നു മരിക്കാൻ തുടങ്ങി. അന്ത്യത്തിൽ ഖുർറം രാജകുമാരന് വിജയം സുനിശ്ചിതമായി. അന്ന് കാശ്മീർ ഭരിച്ചിരുന്നത് ദിലാവർ ഖാൻ എന്ന രാജാവായിരുന്നു. 1620 അവിടെയുള്ള എല്ലാ ഹിന്ദുക്കളെയും അയാൾ ഇസ്ലാം മതത്തിലേക്ക് ചേർത്തു. 1622 കിസ്തവായും മുഗളന്മാരുടെ കാൽക്കീഴിലേക്ക് അയാൾ കൊണ്ടുവന്നു. ബീർ സിംഗ് ദേവ് എന്ന രാജാവിന്റെ നേതൃത്വത്തിൽ ബുന്ദേല രാജ്യം ശക്തമായത് സഹിക്കാതെ ബീർ സിംഗിന്റെ പുത്രൻ ജുജുഹർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാജഹാന്റെ നേതൃത്വത്തിൽ വന്ന സൈന്യം അതിക്രൂരമായി നശിപ്പിച്ചു. പിന്തിരിഞ്ഞോടിയ സൈന്യത്തെ പോലും പുറകിൽ നിന്ന് ആക്രമിച്ച് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെയാണ് അവിടെ കുരുതി ചെയ്യപ്പെട്ടത്. സ്നേഹത്തിന്റെയും മമതയുടെയും മൂർത്തിമത് ഭാവം എന്ന് നമ്മളെ ചരിത്ര പുസ്തകത്തിൽ പഠിപ്പിച്ച ഷാജഹാന്റെ ഭരണമായിരുന്നു പിന്നീടുണ്ടായിരുന്ന വേദനാജനകമായ അനുഭവങ്ങൾ. ലോകത്തിൽ ഒരേ ഒരു മുസ്ലിം രാജ്യമേ ഉള്ളൂ എന്നും അത് ഭാരതമാണെന്നും എൻ്റെ മുസ്ലിം രാജ്യത്തിൽ ഒരിക്കലും ഒരു ഹിന്ദുവും ക്ഷേത്രം പണിയരുതെന്നും ഉള്ള ക്ഷേത്രങ്ങൾ പുതുക്കി പണിയുവാൻ ഞാൻ അനുവദിക്കുകയില്ലെന്നും ഗവൺമെന്റ് സർക്കുലർ ഇറക്കിയ ഒരേ ഒരു മുസ്ലിം രാജാവും ഷാജഹാൻ ആയിരുന്നു. നാം എല്ലാം ഷാജഹാനെ വിശാല മനസ്കതയുടെയും മതേതരത്വത്തിന്റെയും മൂർത്തിമത് ഭാവമായി കാണുമ്പോൾ ചരിത്ര സത്യം പറയുന്നത് മറ്റൊന്നാണ് എന്ന് നാം ഓർക്കണം. ഷാജഹാനെ കുറിച്ചുള്ള ചരിത്ര വരി ഇതാണ്: ഷാജഹാൻ ഒരു ശക്തനായ സുന്നി മുസ്ലിം ആയിരുന്നു. 1633 തന്റെ രാജ്യത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും പൊളിച്ചു കളയണമെന്നും ബനാറസിലെ എല്ലാ ക്ഷേത്രങ്ങളും നശിപ്പിക്കണമെന്നും രാജശാസനം ഷാജഹാൻ ഇറക്കി. ഈ ശാസനത്തിനു ശേഷം ദശാബ്ദങ്ങളോളം പുതിയ ക്ഷേത്രങ്ങൾ പണികഴിപ്പിക്കപ്പെടുകയോ പഴയവയുടെ കേടുപാടുകൾ തീർക്കുകയോ ചെയ്തിട്ടില്ല. മുസ്ലിം പള്ളികളോ അവരുടെ ശ്മശാനങ്ങളോ ഉള്ള പ്രദേശങ്ങളിൽ ഒന്നും ഹൈന്ദവ ശ്മശാനങ്ങളും ക്ഷേത്രങ്ങളോ ഉണ്ടാകരുത് എന്നും ഷാജഹാൻ അദ്ദേഹത്തിന്റെ ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു. ഹിന്ദുവിന്റെ ജഡം ദഹിപ്പിക്കുവാനോ ആ പ്രദേശങ്ങളിൽ മറ്റ് ഹൈന്ദവ കർമ്മങ്ങൾ നടത്തുവാനോ ഷാജഹാൻ അനുവദിച്ചിരുന്നില്ല. പുതിയ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ക്ഷേത്ര ദർശനത്തിന് വൻ നികുതി ഈടാക്കുകയും ചെയ്യുന്ന രാജശാസനവും ഷാജഹാന്റെ കാലത്തായിരുന്നു ഇറക്കിയത്. ഹിന്ദുക്കളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിൽ അതീവ താൽപരനായിരുന്നു ഷാജഹാൻ. ഷാജഹാന്റെ കാലത്തായിരുന്നു 1630 ഡെക്കാൻ, ഗുജറാത്ത് പ്രദേശങ്ങളിൽ അതിഭയങ്കരമായ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടത്. അതിനെക്കുറിച്ച് ചരിത്രവരികൾ ഇപ്രകാരം പറയുന്നു: 10,000-കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടു. ഭക്ഷ്യധാന്യങ്ങളോടും ധാന്യപ്പൊളികളോടുമൊപ്പം എല്ലുപൊടിയും മായം ചേർത്ത് വിൽപ്പന നടന്നു. പട്ടിയുടെയും ചത്തടിഞ്ഞ മനുഷ്യന്റെയും മാംസം വരെ ഭക്ഷണത്തിനായി ഇറച്ചിക്കടകളിൽ വിൽപ്പന നടന്നു. നിരത്തുക്കളിൽ ശവശരീരങ്ങളുടെ കൂമ്പാരങ്ങൾ കാണപ്പെട്ടു. മക്കളുടെ ശരീരം തിന്നുന്ന മാതാപിതാക്കളെ വരെ ഞാൻ കണ്ടു. പ്രകൃതി സമ്പത്ത് നിറഞ്ഞ രാജ്യം മരുഭൂമിയായി മാറി. ഈ വരികൾ എഴുതിയത് മുസ്ലിം ചരിത്രകാരനായ അബ്ദുൾ ഹമീദ് ലഹോറി എന്ന് അന്ന് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് പുനർവിചിന്തനത്തിന് ആവശ്യമില്ലല്ലോ. പ്രകൃതി വിഭവം നിറഞ്ഞ ഭാരതം മരുഭൂമിയായി എന്ന വസ്തുത ദുഃഖത്തോടുകൂടി നമ്മുടെ പൂർവ്വപിതാമഹന്മാർ അനുഭവിച്ച വേദനയെ നമ്മളുടെ മനസ്സിൽ ഓർമ്മിപ്പിക്കുന്നു. ഷാജഹാന്റെ ഭരണത്തിൽ തന്നെ തുടങ്ങിയ മറ്റൊരു ക്രൂര സംഭവമുണ്ട്. 1631 ഹുഗ്ലി നദിക്കരയിലെ 2 പ്രധാന ഗ്രാമങ്ങൾ ഷാജഹാന്റെ അനുവാദത്തോടുകൂടി പോർച്ചുഗീസുകാർ ദത്തെടുത്തു. ഇതാണ് യൂറോപ്യൻ ഇംഗ്ലീഷ് ഭരണാധികാരികൾക്ക് ഭാരതത്തിലേക്കുള്ള കവാടം തുറക്കുന്ന ആദ്യ സംഭവം നടന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ ഇക്കാലത്തും വെറുതെ ഇരുന്നില്ല. ഡക്കാനിലേക്ക് പടയോട്ടം നടത്തിയതിന് അദ്ദേഹം നൽകുന്ന ന്യായീകരണം
ഇപ്രകാരമാണ്: ഭക്ഷ്യക്ഷാമം കൊണ്ട് വിശന്ന് വലയുന്ന ജനങ്ങളോ ആ രാജ്യത്തിലെ സേനകളോ തങ്ങളെ എതിർക്കില്ലെന്ന് ഷാജഹാന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തൻ്റെ പടയോട്ടം ഭാരതത്തിൻ്റെ എല്ലാ ദിശയിലേക്കും താൻ നടത്തുന്നത് എന്ന് ഷാജഹാനു ശേഷം ഭാരതം ഭരിച്ച ഔറംഗസീബിനെ കുറിച്ച് V.A. സ്മിത്ത് എന്ന ചരിത്രകാരൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പരിശുദ്ധൻ എന്ന് പറയപ്പെടുന്ന ഔറംഗസീബ് ചക്രവർത്തി മുഹമ്മദിന്റെയും ഖുറാന്റെയും അത്യുന്നത അധികാരത്തിൽ നയിക്കപ്പെടേണ്ട ഒരു ജനതയുടെ രാഷ്ട്രം നിർമ്മിക്കലാണ് തൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കുന്നു. ആ രാഷ്ട്രം ഭാരതത്തിലാണ്. ഖുറാന്റെയും മുഹമ്മദ് നബിയുടെയും നേതൃത്വത്തിൽ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി ഭാരതത്തെ മാറ്റുവാൻ ഔറംഗസീബ് നടത്തിയ ഭയാനകവും ക്രൂരവും വഞ്ചനാപരവുമായ കർമ്മങ്ങളുടെ എണ്ണം നിരത്തുക അസാധ്യമാണ്. V.A. സ്മിത്തിന്റെ തന്നെ വരിയിൽ ഔറംഗസീബ് ഹിന്ദുക്കളുടെ താല്പര്യങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരു മതഭ്രാന്തനായിരുന്നു. ചരിത്രകാരനായ യദുനാഥ് സർക്കാരിന്റെ രേഖയിൽ ഔറംഗസീബിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കെതിരായ ആക്രമണം ഔറംഗസീബ് ഒളിഞ്ഞും തെളിഞ്ഞും നിരന്തരം നടത്തിയിരുന്നു. ആദ്യം പുതിയ ക്ഷേത്ര നിർമ്മാണം നിരോധിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ബനാറസിലെയും ഗുജറാത്തിലെയും മധുരയിലെയും ജോധ്പൂരിലെയും ജയ്പൂരിലെയും ഗോൽക്കൊണ്ടയിലെയും ക്ഷേത്രങ്ങൾ അയാൾ നശിപ്പിച്ചു. ഈ ആക്രമണം മധുരയിലെ കേശവറായ് ക്ഷേത്രം, ബനാറസിലെ വിശ്വനാഥ ക്ഷേത്രം, കത്തിയവാറിലെ സോമനാഥ ക്ഷേത്രം ഇവയാണ് ഔറംഗസീബ് ദിവസങ്ങൾ കൊണ്ട് നശിപ്പിച്ച മഹാക്ഷേത്രങ്ങൾ. മേവാറിൽ മാത്രം 240 ക്ഷേത്രങ്ങൾ ഔറംഗസീബ് ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ സഹായത്താൽ നശിപ്പിച്ചിരുന്നു. ഈ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നതോടൊപ്പം ആയിരക്കണക്കിന് പശുക്കളെ തൽസ്ഥാനത്ത് കൊന്ന് കണ്ടം തുണ്ടം നുറുക്കി അപവിത്രീകരിക്കലും ഔറംഗസീബിന്റെ അക്രമത്തിന്റെ ഭാഗമായിരുന്നു. എന്നിട്ടും ഹിന്ദുധർമ്മം നശിച്ചില്ല കുടുംബാംഗങ്ങളെ. 1679 ഏപ്രിൽ 12 ജസിയ എന്ന മതനികുതി ഹിന്ദുക്കളുടെ മേൽ വീണ്ടും ഔറംഗസീബ് ഏർപ്പെടുത്തുകയുണ്ടായി. ഔറംഗസീബിന്റെ കർമ്മത്തെക്കുറിച്ച് എലിയട്ട് എന്ന ചരിത്രകാരൻ ഇപ്രകാരം പറയുന്നു: വിഗ്രഹാരാധകരുടെ നാടിനെ പരിശുദ്ധ വിശ്വാസികളായ വിഗ്രഹഭഞ്ജകരുടെ നാടാക്കി മാറ്റുവാനാണ് ഈ നികുതി ഔറംഗസീബ് വീണ്ടും ഏർപ്പെടുത്തിയത്. മനൂച്ചി എന്ന ചരിത്രകാരന്റെ വരികൾ ഔറംഗസീബിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക: ഖജനാവ് നിറയ്ക്കുവാനും ഹിന്ദുക്കളെ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുവാനുമായിരുന്നു ഈ ജസിയ നികുതി. ജസിയ നികുതിക്കെതിരെ പ്രതിഷേധിച്ച ഹിന്ദുക്കൾക്കെതിരെ ആനകളെ കൊണ്ട് വിരളി പിടിപ്പിച്ചോടിച്ചാണ് ചതച്ചരച്ചത്. ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ആനകളുടെ ചവിട്ടേറ്റ് ചതഞ്ഞരഞ്ഞു. അതിക്രൂരമായ മാർഗത്തിലൂടെയാണ് ഹിന്ദുക്കളിൽ നിന്ന് ജസിയ നികുതി പിരിച്ചിരുന്നത്. ഉത്തരഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന ഹിന്ദുക്കളിൽ നിന്ന് വൻ നികുതി, പിൽഗ്രിമേജ് ടാക്സ് അഥവാ തീർത്ഥാടന കരം എന്ന പേരിലും ഔറംഗസീബ് ഈടാക്കിയിരുന്നു. സർക്കാർ സേവനത്തിൽ നിന്ന് ഹിന്ദുക്കളെ അയാൾ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. 1665 ഔറംഗസീബ് ഇറക്കിയ ഉത്തരവിൻ പ്രകാരം ഹിന്ദുക്കൾ കുതിരപ്പുറത്തോ ആനപ്പുറത്തോ സഞ്ചരിക്കുന്നത് നിരോധിച്ചു. എല്ലാവിധ ഹൈന്ദവ ഉത്സവങ്ങളും നിരോധിക്കപ്പെട്ടു. ഹോളിയും ദീപാവലിയും ആഘോഷിക്കുന്നത് വിലക്കി. 1703 ഇറക്കിയ ഉത്തരവിൻ പ്രകാരം ഹിന്ദു ജഡം പവിത്ര നദിക്കരയിൽ ദഹിപ്പിക്കുന്നതും ഭസ്മം നദിയിൽ ഒഴുക്കുന്നതും നിരോധിക്കപ്പെട്ടു. ഹിന്ദുക്കൾ മുസ്ലിമുകളെ പോലെ വേഷം ധരിക്കുന്നതും അവരെ പോലെ പെരുമാറുന്നതും ഔറംഗസീബ് നിരോധിച്ചു. എല്ലാ ആയുധങ്ങളും അവരുടെ പക്കൽ ഉണ്ടാകരുത് എന്ന ഉത്തരവും ഔറംഗസീബ് ഇറക്കുകയുണ്ടായി. ഹൈന്ദവ കുറ്റവാളികളെ ശക്തി ഉപയോഗിച്ച് നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്ത് ഇസ്ലാമിലേക്ക് സ്വീകരിച്ച് കുറ്റവിമുക്തരാക്കി. അപ്രകാരം 10,000 വ്യക്തികളെയാണ് മുസ്ലിമുകളാക്കി കുറ്റവിമുക്തരാക്കിയത്. സർ വോയ്സ്ലി പെയ്ഗ് എന്ന ചരിത്രകാരൻ ഇപ്രകാരം പറയുന്നു: ഔറംഗസീബ് ഹിന്ദുക്കളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ ഉപയോഗിച്ച തന്ത്രങ്ങൾ വിവരണാതീതമായിരുന്നു. ഔറംഗസീബിന്റെ സൈന്യം 1672 ഒരു സതനാമി സന്യാസിയെ വധിച്ചതിൽ പ്രതിഷേധിച്ച 10,000 സന്യാസിമാരെ കഴുത്തറത്ത് കഥയവസാനിപ്പിച്ചത് ഔറംഗസീബിന്റെ നേതൃത്വത്തിലായിരുന്നു. ഹിന്ദുക്കൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഗുരു തേജ് ബഹാദൂറിനെ ഔറംഗസീബ് ശിരസ്സറുത്തു കൊന്ന് സിഖുകാരെ അടിച്ചമർത്തി. 1737 നാദിർ ഷാ എന്ന പേർഷ്യൻ സേനാനിയുടെ ഭാരതാക്രമണം മുഗള സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയെങ്കിലും ആ നാദിർ ഷായും ഒരു ഹൈന്ദവ രക്തദാഹി തന്നെയായിരുന്നു. ഇയാൾ കാബൂളും കാൻഡഹാറും കാർണാലും കീഴടക്കി ഡൽഹിയിലേക്ക് ഏതാനും മാസങ്ങൾക്കകം യാത്ര തിരിച്ചു. അയാൾക്ക് 2 കോടി രൂപ വാഗ്ദാനം ചെയ്ത് പിന്തിരിപ്പിക്കാനായിരുന്നു മുഗളരുടെ ശ്രമം.
എങ്കിലും ഡൽഹിയിൽ അയാൾ കുറച്ചു കാലം താമസിച്ചിരുന്നു. താമസിച്ച 1739 മാർച്ച് 22-ാം തീയതി എന്ന ദിവസത്തിൽ ഒരു മതഭ്രാന്തനെ പോലെ അയാൾ പെരുമാറുകയും ഡൽഹിയിൽ ഒരു മനുഷ്യക്കുരുതി നടത്തി ഒരൊറ്റ ദിവസം കൊണ്ട് 30,000 ഹിന്ദുക്കളെ ശിരച്ഛേദനം ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ഒരു ക്രൂരമായ ചരിത്ര സത്യം മാത്രമാണ്. അതേ വർഷം മെയ് 15-ാം തീയതി വരെ ഡൽഹിയിൽ താമസിച്ച് അത്യധികം സമ്പത്തും കോഹിന്നൂർ വജ്രവും മയൂരസിംഹാസനവുമായി നാദിർ ഷാ സ്വദേശത്തേക്ക് മടങ്ങി. തുടർന്ന് 1748 മുതൽ അഹമ്മദ് ഷാ എന്ന മറ്റൊരു വിദേശി ഭാരതത്തെ 5 പ്രാവശ്യം ആക്രമിച്ച് പഞ്ചാബും കാശ്മീരും ഗുജറാത്തും മഹാരാഷ്ട്രയും തകർത്ത് ക്ഷേത്രങ്ങൾ നിരംബരിശാക്കി അവരെ എതിരിട്ട സകല ഹിന്ദുക്കളെയും നശിപ്പിച്ചുകൊണ്ട് ആ പ്രയാണം 5 പ്രാവശ്യം നടന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് കളമൊരുക്കി കൊടുത്തതും അഹമ്മദ് ഷാ അബ്ദാലി എന്ന ഈ ആക്രമി തന്നെയായിരുന്നു. അങ്ങനെ 1145 വർഷങ്ങളോളം നമ്മുടെ പ്രിയപ്പെട്ട ഭാരതവും നമ്മുടെ കുടുംബാംഗങ്ങളായ ഹിന്ദുക്കളും ഈ നരഹത്യാവേദന അനുഭവിച്ചു. അവരുടെ ശരീരവും കുടുംബവും ബന്ധവും ധർമ്മവും അറുത്തുമുറിച്ച് എരിതീയിൽ ഹോമിക്കപ്പെട്ടു. പൈതൃകത്തിന്റെ വേദനയും ഹിന്ദു അനുഭവിച്ച ദുഃഖവും ഇന്നും തുടരുന്നു. ഭാരതത്തെ ആക്രമിച്ച ഓരോ വിദേശീയനും അവരുടെ പുത്രന്മാരും പൗത്രന്മാരും ബന്ധുക്കളും മറ്റു പലരും മരിച്ചു മണ്ണടിഞ്ഞു. 1857 റങ്കൂണിലേക്ക് നാടുകടത്തപ്പെട്ട അവസാനത്തെ മുഗൾ സാമ്രാജ്യ ഭരണാധികാരി ബഹാദുർ ഷായോടുകൂടി വിദേശാക്രമണത്തിന്റെ മുസ്ലിം പരമ്പര അവസാനിച്ചു. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തിലെ ഹിന്ദുധർമ്മത്തിന്റെ ശവക്കല്ലറ ആർക്കും തോണ്ടുവാൻ സാധിച്ചില്ല. സഹസ്രാവധി അല്ല ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ രക്തം ചീന്തിയ ഭാരതത്തില് ആ സംസ്കൃതി നശിപ്പിക്കുവാൻ സാധിച്ചില്ല ഇവർക്കാർക്കും. അത് തന്നെയാണ് ചിരപുരാതനവും നിത്യനൂതനവുമായ ഭാരതത്തിന്റെ ചരിത്ര സത്യം. കാരണം ഭാരതീയ ചിന്താധാരകൾ ശാസ്ത്ര സത്യങ്ങളായിരുന്നു. മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് ഭാരതം ചെന്നുപെട്ടത് ക്രിസ്ത്യൻ ഭരണാധികാരികളുടെ കയ്യിലേക്കായിരുന്നു. ആ പരമ്പര വീണ്ടും തുടരുന്നു. 1498 ഏപ്രിൽ മാസത്തിൽ മൊസാംബിക്കിലെത്തിയ വാസ്കോഡഗാമ അവിടെ നിന്ന് ഭാരതീയരുടെ സഹായത്തോടുകൂടി യാത്ര പുറപ്പെട്ട് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്തെത്തി. അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ അന്നത്തെ സാമൂതിരി വാസ്കോഡഗാമയെ സ്വീകരിച്ചു. തുടർന്ന് വാസ്കോഡഗാമ പല സ്ഥലങ്ങളിലും കമ്പനികളും ഫാക്ടറികളും തുടങ്ങി ഭാരതത്തിന്റെ ഭരണത്തിലേക്കുള്ള അവരുടെ പ്രയാണം ആരംഭിച്ചു. കൊച്ചിയും കോഴിക്കോടും കണ്ണൂരും പോർച്ചുഗീസ് കച്ചവട കേന്ദ്രമായി. മാസങ്ങൾ കൊണ്ട് പോർച്ചുഗീസുകാർ കൊച്ചു കേരളത്തിലെ നാട്ടുരാജാക്കന്മാർക്ക് അടിച്ചൊതുക്കുവാൻ അസാധ്യമായ ശക്തിയായി വളർന്നു കഴിഞ്ഞിരുന്നു. വെറും 10 വർഷം കൊണ്ട് 1505 1515 ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ ഭാരതത്തിലും ചുറ്റുപാടുമുള്ള ദേശങ്ങളുടെയും ഒരു വൻ ശക്തിയായി അവിടുത്തെ രാജ്യങ്ങളിലെ ഭരണകാര്യങ്ങളിൽ ഇടപെടുവാൻ തുടങ്ങിയിരുന്നു. ഭാരതത്തിലെ നാട്ടുരാജാക്കന്മാരെ സാമധാനഭേദ ദണ്ഡങ്ങളിലൂടെ അൽബുക്കർക്ക് എന്ന വിദേശി പോർച്ചുഗീസിന്റെ അധികാരം അംഗീകരിപ്പിച്ചു. 1510 ഗോവയും കീഴടക്കി. പോർച്ചുഗീസ് ഭാരത കോളനിയുടെ തലസ്ഥാനമാക്കി ഗോവയെ. പോർച്ചുഗീസുകാർക്ക് അവരുടെ ശത്രുക്കളെ ഒതുക്കുവാൻ ഭാരതത്തിൽ നിന്നു തന്നെ അവർ മിത്രങ്ങളെ തിരഞ്ഞെടുത്തിരുന്നു. ശക്തമായ വിജയനഗര സാമ്രാജ്യത്തിന്റെ പിൻബലത്തോടെയാണ് പോർച്ചുഗീസുകാർ മറ്റു നാട്ടുരാജാക്കന്മാരെ ഒതുക്കിയത്. അവർ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുവാൻ സമർത്ഥരായിരുന്നുവല്ലോ. ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തിയും ക്രൈസ്തവ ധർമ്മം പ്രചരിപ്പിച്ചും പോർച്ചുഗീസുകാർ ദക്ഷിണ ഭാരതം മുഴുവനും വളർന്നു കഴിഞ്ഞിരുന്നു. ഏതാനും ദശാബ്ദങ്ങൾ കൊണ്ട് 1540 മാത്രം ഗോവയിലെ 100 കണക്കിന് ക്ഷേത്രങ്ങൾ അൽബുക്കർക്ക് വിജ്ഞാപനത്തിലൂടെ നശിപ്പിച്ചു. ഇതിനായിരുന്നു അടുത്ത കാലത്ത് പോപ്പ് ക്ഷമാപണം ചെയ്യണമെന്ന ആവശ്യമുയർന്നത് എന്ന് നിങ്ങൾ ഓർക്കുമല്ലോ. തുടർന്ന് ഭാരതത്തിലേക്ക് ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവാഹമായിരുന്നു. പല പ്രകാരത്തിലുള്ള ചതിയും വഞ്ചനയും പ്രീണനവും കൊണ്ട് ആയിരക്കണക്കിന് ഹിന്ദുക്കളെ മിഷണറിമാർ ക്രൈസ്തവ ധർമ്മത്തിലേക്ക് മതപരിവർത്തനം നടത്തി. ക്രൈസ്തവ വിശ്വാസം വെച്ചു പുലർത്താത്തവരെ വധിക്കുക കൂടി ചെയ്തിരുന്നു. ഈ മിഷണറിമാരെ കുറിച്ചുള്ള ചരിത്ര വരി ഇപ്രകാരമാണ്: ദി പോർച്ചുഗീസ് set up inquisition to persecute infidels.
നാട്ടുരാജാക്കന്മാർ തമ്മിൽ പരസ്പരം വൈരമുണ്ടാക്കിയിട്ട് അവരെ പൊരുതിച്ച് അവയിൽ മധ്യസ്ഥം വഹിച്ച് പല നാടുകളും നാട്ടുരാജ്യങ്ങളും ഗ്രാമങ്ങളും പട്ടണങ്ങളും പോർച്ചുഗീസുകാർ സ്വന്തമാക്കി. അന്ന് വിദേശികൾക്ക് ഭാരതം ഒരു പുറമ്പോക്ക് ഭൂമി പോലെ ആയിരുന്നിരിക്കണം. ആർക്കും വെട്ടിപ്പിടിക്കാവുന്ന ഭൂമി, ആരും ചോദിക്കാനില്ലാത്ത അതിർത്തികൾ, ആർക്കും എടുത്തുകൊണ്ടുപോകാവുന്ന പ്രകൃതി വിഭവങ്ങളുള്ള ഭാരതത്തെ സംരക്ഷിക്കുവാൻ ആരും മുമ്പോട്ട് വന്നില്ല. ഈശ്വര. തുടർന്ന് ഡച്ചുകാരുടെ ഊഴമായിരുന്നു. 1605 മസുലീപട്ടണത്തിൽ ആദ്യത്തെ ഡച്ച് ഫാക്ടറി സ്ഥാപിച്ച് തുടർന്ന് സൂററ്റ്, ബ്രോച്ച്, കാൻബെ, ആഗ്ര, ചിൻസൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും ഫാക്ടറി സ്ഥാപിച്ച് തുണിത്തരങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും തുടങ്ങി. ആ കച്ചവടത്തിലൂടെ അവർ ഭാരതത്തിന്റെ ഭരണത്തിലേക്ക് സാവധാനത്തിൽ നീങ്ങി. 1604 തന്റെ വംശജർ തന്നെ ആനയിച്ച പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യുവാനായി കോഴിക്കോട് സാമൂതിരി ഡച്ചുകാരുമായി സൈനിക കരാർ ഒപ്പിട്ടു. 50 വർഷം കൊണ്ട് ഡച്ച് ആധിപത്യത്തിൽ നിന്ന് ഭാരതം സാവധാനത്തിൽ ഇംഗ്ലീഷ് ആധിപത്യത്തിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. ഭാരതീയരുടെ മനസ്സിൽ എന്തു വികാരമായിരുന്നു അന്നുണ്ടായിരുന്നത് എന്ന് ഓർമ്മിക്കുവാനോ ഊഹിക്കുവാനോ ചരിത്ര വരികൾ എഴുതുവാനോ അസാധ്യമായതുകൊണ്ടായിരിക്കാം അന്നത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് ചരിത്രകാരന്മാർ ഒന്നും എഴുതാതിരുന്നത്. 1600 ഡിസംബർ 31 ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി ഒരു നിയമം പുറപ്പെടുവിക്കുകയുണ്ടായി. അടുത്ത 15 വർഷത്തെ കാലത്തേക്ക് ഭാരതവുമായി വ്യാപാരം നടത്തുവാൻ മറ്റൊരു രാജ്യത്തിനും അവകാശമില്ല, ഇംഗ്ലീഷുകാർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് ഭാരതത്തിനെ കുറിച്ച് നിയമമിറക്കാൻ ഭാരതവുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന അന്നത്തെ ഇംഗ്ലീഷ് രാജ്ഞിക്ക് സാധിച്ചു. ഡച്ചുകാരെയും പോർച്ചുഗീസുകാരെയും സ്പെയിൻകാരെയും ഒരു പരിധിവരെയും അന്ന് ഭാരതം ഭരിച്ചിരുന്ന മുഗളന്മാരെയും അടിച്ചൊതുക്കിയും പ്രീണിപ്പിച്ചും വിട്ടുവീഴ്ച ചെയ്തും ഇംഗ്ലീഷുകാർ ഭാരതമെമ്പാടും ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിലൂടെ ഈ രാഷ്ട്രത്തിന്റെ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. 1661 ചാൾസ് രണ്ടാമൻ എന്ന ഇംഗ്ലീഷ് രാജാവിൽ നിന്ന് ബോംബെ നഗരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിവർഷം 10 പൗണ്ട് വാടകയ്ക്ക് പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുത്തിരുന്നു. ചാൾസ് രണ്ടാമന് ഖാദറിന്റെ വിവാഹത്തിന് സ്ത്രീധനമായി ലഭിച്ചതായിരുന്നു ബോംബെ നഗരം. അതെ, നമ്മുടെ ഭാരതത്തിലെ ഒരു പ്രദേശം ഇംഗ്ലീഷ് രാജാവിന് സ്ത്രീധനമായി ആരോ കൊടുത്തു. പോർച്ചുഗീസുകാരും ഇംഗ്ലണ്ടുകാരും രാജകീയ വിവാഹത്തിലൂടെ ബന്ധം സ്ഥാപിച്ച് അതിന്റെ തിക്തഫലവും അനുഭവിക്കേണ്ടി വന്നത് ഭാരതീയരായിരുന്നു. 2 ശത്രുക്കൾ ഒരുമിച്ച് ചേർന്ന് ഭാരതത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. 1658 മുതൽക്കുള്ള കാലയളവ് ഏതാണ്ട് ഒരു 100 വർഷക്കാലം ഭാരതമെമ്പാടും ഇംഗ്ലീഷുകാർ ഫാക്ടറി സ്ഥാപിച്ചിരുന്നു. 10,000 രൂപയുടെ സ്വത്ത് ഓരോ ദേശത്തും അവർക്കുണ്ടാക്കുവാൻ സാധിച്ചിരുന്നു. കൂടാതെ മുഗള സാമ്രാജ്യാധിപന്മാരുടെ അനുവാദത്തോടുകൂടി ഭാരതത്തിന് ആവശ്യമായ നാണയമുണ്ടാക്കുവാനുള്ള അധികാരവും ഇംഗ്ലീഷ് കമ്പനിക്ക് ലഭിച്ചു. അതായത് ഭാരതത്തിൽ ധനം ഉണ്ടാക്കുകയും ഭാരതത്തിൽ നിന്ന് ധനം കൊണ്ടുപോവുകയും ഭാരതത്തിൽ തന്നെ ധനം വിതരണം ചെയ്യുവാനുള്ള അധികാരം ഭാരതത്തിന്റെ ശത്രുവിന് ലഭിച്ചു. 1632 ഗോൾക്കൊണ്ടായിലെ സുൽത്താൻ ദക്ഷിണ ഭാരതത്തിൽ എവിടെയും ഒരു നിയന്ത്രണവുമില്ലാതെ വ്യാപാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുവാൻ ഇംഗ്ലീഷുകാർക്ക് അനുവാദം നൽകിയതും ദക്ഷിണ ഭാരതത്തിലെ ഇംഗ്ലീഷുകാരുടെ വളർച്ച ത്വരിതമാക്കി. 1668 ഡിസംബറോടുകൂടി ഫ്രാൻസുകാരുടെ വരവായിരുന്നു. ഭാരതത്തിൽ അവിടെവിടെയായിട്ട് ഫ്രഞ്ചുകാർ അവരുടെ ഫാക്ടറികളും ഭരണസ്ഥാപനങ്ങളും ഫ്രഞ്ച് ഗവർണർമാരുടെ നിയമനവും നടത്തി ഭാരതത്തെ മറ്റൊരു വിധത്തിൽ ഭരിക്കുവാൻ തുടങ്ങി. തുടർന്ന് ഭാരതത്തിൽ നടന്നത് അവിടെവിടെയായി ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരും ഡച്ചുകാരും സ്പെയിൻകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള മത്സര പോരാട്ടമായിരുന്നു. ഓരോ നാട്ടുരാജാക്കന്മാരുടെയും പക്ഷം ചേർന്ന് അവർക്ക് വേണ്ടി വാടകയ്ക്ക് യുദ്ധം ചെയ്യുകയും ഭാരതീയരെ കൊണ്ട് തന്നെ സൈന്യത്തിൽ ചേർപ്പിച്ച് പരസ്പരം പോരാടിക്കുകയും അവരുടെ തന്നെ തലയറക്കുകയും ചെയ്തിരുന്നൊരു മഹാപാതകത്തിന് അനുവാദം നൽകിയതും ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരായിരുന്നു. 10-12 ഇംഗ്ലീഷ് സൈനികരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നത് 10,000 ഭാരതീയ സൈനികരായിരുന്നു. മൈസൂറിനെതിരെ മദ്രാസും മദ്രാസിനെതിരെ പോണ്ടിച്ചേരിയും പോണ്ടിച്ചേരിക്കെതിരെ കർണൂളും എല്ലാം യുദ്ധം ചെയ്തപ്പോൾ
പരസ്പരം പടവെട്ടിയത് ഭാരതീയരായ ഹിന്ദുക്കളായിരുന്നു എന്ന് നാം ആരും ഓർത്തില്ല. വെട്ടുന്നവനും മരിക്കുന്നവനും രണ്ടും ഹിന്ദുക്കളായിരുന്നു. നേതൃത്വം നൽകിയത് മാത്രം വിദേശീയരും. ഇംഗ്ലീഷ് ഭരണാധികാരി റോബർട്ട് ക്ലൈവിനെ കുറിച്ച് ചരിത്രവരി ഇപ്രകാരം പറയുന്നു: 1742 ഇംഗ്ലീഷുകാരുടെ ഒരു ചെറിയ സംഘടനയെ 1760 ഭാരതത്തിലെ ഒരു വലിയ ഭൂവിഭാഗത്തിന്റെ യജമാനന്മാരാക്കി മാറ്റിയത് ക്ലൈവ് ആയിരുന്നു എന്ന്. ഭാരതമെമ്പാടും ജഡ്ജിമാരെയും കളക്ടർമാരെയും റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും ഭരണാധികാരികളെയും നീതിന്യായാധിപന്മാരെയും പ്രതിനിധികളെയും അപ്പോയിന്റ്മെന്റ് ചെയ്ത് ഭാരതത്തിൽ ഭരണം തുടങ്ങിയത് വളരെ എളുപ്പത്തിലായിരുന്നു 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ. പിന്നീടുള്ള ഇംഗ്ലീഷുകാരുടെ ഭരണവും അവർക്കെതിരെ ഭാരതത്തിൽ നടന്ന പ്രതിഷേധത്തിന്റെയും ചരിത്രം നമ്മളുടെയെല്ലാം പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചത് നമ്മളുടെ ഉണ്ടായിരുന്നു, ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് സ്വാതന്ത്ര്യം നേടിയ ഭാരതവും ഇന്നും ദുഃഖത്തിലാഴ്ന്നിരിക്കുന്നു. ലോകത്തിലെ ഏത് രാഷ്ട്രവും സ്വന്തം സംസ്കൃതിയെയും ആ രാഷ്ട്രത്തിലെ ജനത അനുഭവിച്ച വേദനയെയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് ഒരു രാഷ്ട്രത്തിന്റെ ചൈതന്യം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മതേതരത്വത്തിന്റെ പേരിലോ മറ്റേതോ രീതിയിലുള്ള മാനസികാവസ്ഥ കൊണ്ടോ നമ്മളുടെ നേതാക്കന്മാരിൽ ചിലർ രാഷ്ട്രീയമായി അനുഭവിച്ച വേദനകളെക്കുറിച്ച് മാത്രം പഠിപ്പിച്ച് ഒരു രാഷ്ട്രത്തിന്റെ സാംസ്കാരിക ഉന്നമനത്തിന് പ്രവർത്തിച്ചവരെ മുഴുവനും മറക്കുക എന്നുള്ളതിന് മറ്റൊരു രാഷ്ട്രത്തെ നോക്കിയാലും നമുക്ക് ഉത്തരം കിട്ടുകയില്ല. ഈ രാഷ്ട്രത്തിൽ മാത്രമാണ് സംസ്കൃതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വയം ബലിയർപ്പിച്ച ജനങ്ങളെ ഓർക്കാതെയും ഓർമ്മിപ്പിക്കാതെയുമുള്ള വളർച്ച നടക്കുന്നത്. അതുകൊണ്ട് മാത്രമായിരിക്കാം ഈ രാഷ്ട്രം ഇന്നും പതറുന്നത്. അതെ, ഒരു 10,000 വർഷത്തെ സംസ്കൃതിയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പഠിപ്പിക്കാത്തൊരു രാഷ്ട്രം ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭാരതമാണ്. ഒരു പക്ഷേ ഇംഗ്ലീഷുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും പേർഷ്യക്കാരും അറബികളും ഭാരതത്തിൽ നിന്ന് പലായനം ചെയ്ത് അവരെ പുറത്താക്കി മാറ്റിയപ്പോൾ പിന്നീട് ഭാരതം ഭരിച്ചത് വിദേശീയ മാനസികാവസ്ഥയുള്ള ഈ രാഷ്ട്രത്തിൽ ജനിച്ച വ്യക്തികളായിരുന്നത് കൊണ്ടായിരിക്കാം ഈ രാഷ്ട്രത്തിന്റെ ശാസ്ത്ര ചൈതന്യത്തെയും സാംസ്കാരിക മൂല്യങ്ങളെയും വിലവയ്ക്കാതെ ഇവിടെ ആത്മീയതയും മതവും അതുപോലെ തത്വശാസ്ത്രവും മാത്രമേ ഉള്ളൂ. ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നത് ഒന്നുമില്ല. അത് ഇംഗ്ലണ്ടിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് 1947 അധികാരമേറ്റവരുടെ മാനസികാവസ്ഥ തന്നെയാണ് ഇന്നും നാം തുടരുന്നത്. കഷ്ടം. ഒരു രാഷ്ട്രത്തിന്റെ സാംസ്കൃതിക ഉന്നമനത്തിന് തുരങ്കം വെച്ച ഒരു വിഭാഗത്തിന്റെ കയ്യിൽ തന്നെ അതേപോലെയുള്ളവരുടെ പരമ്പര തന്നെ ഇന്നും നമ്മളെ ഭരിക്കുമ്പോൾ ഈ സംസ്കൃതിയെ പഠിക്കാനും പഠിപ്പിക്കാനും ആരാണ് ഉള്ളത് എന്ന ദുഃഖസത്യം നിലനിൽക്കുന്നു. ചിരപുരാതനവും നിത്യനൂതനവുമായ ഒരു ധർമ്മത്തിന്റെ സംരക്ഷണം നമ്മുടെയും കൂടി ബാധ്യതയാണെന്ന് ഓർമ്മിപ്പിക്കാൻ ഇനി ഏതെങ്കിലും അവതാരം ഇവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ടോ? അതും അറിഞ്ഞുകൂടാ. ഇന്ന് ഭാരതത്തില് $145 ബില്യൺ പ്രോജക്റ്റുമായി ലോക ക്രൈസ്തവ സമൂഹം പ്രവർത്തിക്കുന്നു. 40 ലക്ഷം മുഴുവൻ സമയ പ്രവർത്തകര് ഭാരതത്തിലെ ഹിന്ദുക്കളെ മതം മാറ്റുന്നതിന് വേണ്ടി ലോകത്തെല്ലാ സ്ഥലത്തുമായി പ്രവർത്തിക്കുന്നു. ഉത്തര ഭാരതത്തിലും ദക്ഷിണ ഭാരതത്തിലും പ്രത്യേകിച്ച് ബീഹാർ, ഒറീസ, ബംഗാൾ, ആസാം, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, സിക്കിം എന്നീ പ്രദേശങ്ങളിൽ വൻതോതിൽ ക്രൈസ്തവവൽക്കരണം നടക്കുന്നു. ഭാരതീയ സുവിശേഷ സഭ മാത്രം പ്രതിവർഷം 2000 പള്ളികൾ വീതം പുതിയതായി സ്ഥാപിക്കുന്നു. ഇന്ത്യ ചർച്ച് ഗ്രോത്ത് മിഷൻ തമിഴ്നാട്ടിൽ മാത്രം പ്രതിവർഷം 1000 പള്ളികൾ സ്ഥാപിക്കുന്നു. ഇത് ഏതാനും ഉദാഹരണങ്ങൾ മാത്രം. ഭാരതം ക്രൈസ്തവവൽക്കരിക്കപ്പെടുന്നു. സർവത്യാഗവും സഹിച്ചും വാളിന്റെ മുമ്പിൽ പതറാതെയും രക്തപ്പുഴ ഒഴുകിയപ്പോഴും വിറങ്ങലിക്കാതെയും നിന്നിരുന്ന ഭാരതം ഇന്ന് ക്രൈസ്തവവൽക്കരണത്തിന്റെ ചൂഷണത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഇനിയും രാഷ്ട്രത്തെ രക്ഷിക്കേണ്ടതുണ്ട്. വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയാകുമ്പോൾ ഹിന്ദുവിന്റെ എണ്ണം കുറയുകയോ ക്രിസ്ത്യാനിയുടെ എണ്ണം കൂടുകയോ ചെയ്യുന്നതല്ല. ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിനെതിരെ ഒരു ശത്രു ഉണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുത. അത് നാം ഓർക്കണം. കഴിഞ്ഞ 30 വർഷങ്ങൾക്കുള്ളിൽ കത്തോലിക്കരുടെ മാത്രം എണ്ണം 12 ഇരട്ടിയായി വർദ്ധിച്ചു എന്ന് നാം ഓർക്കുക. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് വില്യം ബെന്റിക് 1835 മാർച്ച് 7 പറഞ്ഞ അതേ വരികള് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഏറ്റവും മഹത്തരമായ കർത്തവ്യം എന്നത് ഇംഗ്ലീഷ് പഠിച്ചു വരുന്ന ഓരോ ഭാരതീയ ഹിന്ദുവും
സ്വന്തം സാഹിത്യ പൈതൃകത്തെ പുച്ഛിക്കണം. യൂറോപ്യൻ സാഹിത്യവും ശാസ്ത്രവും ഭാരതീയതയിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇംഗ്ലീഷുകാർ ഭാരതം ഭരിച്ചത്, ഒരു രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തുവാനല്ല എന്ന് അയാൾ പറഞ്ഞ വരിയാണ് ഇന്ന് ഭാരതത്തിൽ സത്യമായി വരുന്നത് എന്ന് ഭയപ്പെടുന്നു. സർ റിച്ചാർഡ് ടെമ്പിളിന്റെ വരി ശ്രദ്ധിക്കുക, ഭാരതീയ ചലനങ്ങൾ ശ്രദ്ധിക്കുക. അവർ ക്രൈസ്തവവൽക്കരണത്തിന്റെ പാതയിലാണ്. ശ്രദ്ധയോടെയും കൂർമ്മബുദ്ധി ഉപയോഗിച്ചും തദ്ദേശവാസികളെ ചേർത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന മിഷണറിമാരെ ഭാരതത്തിലേക്ക് അയച്ചാൽ വൻ കൊയ്ത്ത് ദിവസങ്ങൾ കൊണ്ട് സാധിക്കും. ഭാഗ്യവശാൽ ഭാരതത്തിൽ 8-1 ഭാഗം ബ്രിട്ടീഷ് ഭരണത്തെ അനുകൂലിക്കുന്നവരാണ്. അവരിലൂടെ ക്രൈസ്തവ സുവിശേഷം മറ്റു ജനങ്ങളിലേക്ക്, ഹിന്ദുക്കളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുവാൻ സാധിക്കും. നമുക്ക് ആ ചരിത്ര കർത്തവ്യം നാം നിറവേറ്റണം. അതായത് ഭാരതത്തെ പൂർണ്ണമായും ക്രൈസ്തവവൽക്കരിക്കണം. ഇതായിരുന്നു ബ്രിട്ടീഷുകാരന്റെ ലക്ഷ്യവും ഇന്നത്തെ ഭാരതത്തിലെ എല്ലാ ക്രൈസ്തവന്റെയും ഉദ്ദേശവും പ്രവർത്തന രീതിയും. അതുകൊണ്ട് ഈ 10,000 വർഷത്തെ ചരിത്ര സത്യങ്ങൾ ഉറങ്ങുന്ന ഭാരതീയ സംസ്കൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ദുഃഖിച്ചിരുന്ന 1500 വർഷക്കാലം കഴിഞ്ഞുപോയി. പ്രലോഭിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും വഞ്ചിച്ചും ക്രൂരമായ കൃത്യങ്ങളിലൂടെയും പരസ്പരം സഹായിക്കുന്നു എന്ന ഭാവേനയും ഹിന്ദുക്കളെ മതവൽക്കരണം മാറ്റുന്നത് ചെറുക്കണം. അത് ഈ രാഷ്ട്രത്തിന്റെ ധർമ്മമാണ്. ഈ സംസ്കൃതിയെ സംരക്ഷിക്കേണ്ടത് ഈ രാഷ്ട്രത്തിലെ ഓരോ ഹിന്ദുവിന്റെയും ലക്ഷ്യവും കർത്തവ്യവും ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജ് എന്നോർക്കുക. ആരെയും ചൂണ്ടിക്കാണിക്കാനോ ആരുടെയെങ്കിലും നിർദ്ദേശം സ്വീകരിക്കാനോ ഇനി നമുക്ക് സമയമില്ല. എന്റെയും നിങ്ങളുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും അതിമഹത്തായ ധാർമ്മിക കർത്തവ്യമാണ് ഭാരത രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നുള്ളത്. ആരിലും പഴിചാരാതെ, ആരിൽ നിന്നും പ്രത്യേകിച്ചും ഒന്നും പ്രതീക്ഷിക്കാതെ, സ്വയം കസേരയോ മാനങ്ങളോ സമ്പത്തോ സ്വീകരിക്കാതെ, പ്രതീക്ഷിക്കാതെ ഒരു മഹത്തായ ദൗത്യത്തിലേക്ക് മുമ്പോട്ട് വരണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ആരോടും താൻ ചെയ്ത മഹത്വമായ കർമ്മത്തെക്കുറിച്ച് വിവരിക്കാനില്ല. പക്ഷേ ധർമ്മ സംരക്ഷണം, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണന്റെ വരികൾ, ആ ധർമ്മ സംരക്ഷണം മനുഷ്യനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ മനുഷ്യ സമൂഹത്തിൽ ഒരുവനായി തീരുവാൻ ശ്രമിക്കുക. ലോകമെമ്പാടുമുള്ള ജനത ഭാരതീയ സംസ്കൃതിയുടെ ഉജ്ജ്വലമായ ചൈതന്യത്തെ സ്വീകരിക്കാൻ തയ്യാറായി 2 കൈയും നീട്ടി മുമ്പോട്ട് വരുന്ന വേളയില് നമുക്ക് നമ്മുടേതായ കർത്തവ്യം നിറവേറ്റുവാനുണ്ട്. അതിമഹത്തായ ഭാരതീയ ചൈതന്യത്തെ സംരക്ഷിക്കുക, അതിനെ സംരക്ഷിക്കുക, ആ ജ്വാല കെടാതെ സൂക്ഷിക്കുക. ഭാരതത്തിന്റെ സംസ്കൃതി എന്റെയും നിങ്ങളുടെയും ജന്മാവകാശമാണ്, പിതൃസ്വത്താണ്, പൈതൃകമാണ്. സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുള്ളതാണ്. വീണ്ടും 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 ഓർമ്മിപ്പിക്കുന്നു. വിനീത പ്രണാമം.